അല്ല കിടിലോ ഇനി എന്ത് 3 വരട്ടെ. കോലാവറി മാസ് ഐറ്റം തന്നെ, ഒരു വെറൈറ്റി ഐറ്റം വരും. അതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. ഫഹദ് ഫാസിൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിൻ്റെ കൂടെ അല്ലു അർജുൻ പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട് ഭയങ്കരം തന്നെയാണ്. കഷ്ടപ്പെടുകയാണ്, കാരണം അത്രയും പവർഫുൾ ക്യാരക്ടറാണ്. പടം ഒരു രക്ഷയില്ല. നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാവണമെന്ന് ഞാൻ പറയാം. ഒരു തേർഡ് പാർട്ട് അനൗൺസ് ചെയ്യുക, കഥയുടെ ബാക്കി അവിടെ വരും. പ്രേക്ഷകരെ മണ്ടന്മാരാക്കുക, ആ ഒരു രീതിയിൽ തന്നെയാണ് പടം പോകുന്നത്. രണ്ടുപേരും കോമ്പ നല്ല, അല്ലു അർജുൻ്റെ ഫഹദിക്കടയും കോമ്പ. എന്തായാലും ഫഹദ് ഫാസിലും അല്ലു അർജുനും അടിപൊളി. മൂന്നാം പാദത്തിന് ഞങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഫഹദ് ഫാസിലിന്റെ കാര്യം പറയണ്ടല്ലോ, അടിപൊളി അഭിനയമാണ് ഫഹദ് ഫാസിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നല്ല BGM ഉണ്ട്, ഫൈറ്റൊക്കെ വേറെ ലെവലാണ്. ഫൈറ്റൊക്കെ നമ്മുടെ മേലൊക്കെ ഓരോരുത്തരിക്കുന്ന രീതിയിലുള്ള ഫൈറ്റ്. ഫസ്റ്റ് പാർട്ട് എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടർ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായി പോയി. പുഷ്പ ഒരു പേരല്ല, ഒരു ബ്രാൻഡാടാ. മൊത്തത്തിൽ അല്ലു, യു ആർ അമേസിങ് അമേസിങ് അമേസിങ്. എനിക്ക് പറയാൻ അറിയുന്നില്ല എന്തൊക്കെയാ പറയേണ്ടത്. ലിറ്ററലി ഇറ്റ് വാസ് ഓസം. ടോട്ടൽ ഒരു പാക്കേജ് ആണ് ഈ മൂവി എന്ന് പറയുന്നത്. ആ ഹോൾ ക്രൂവിനെ, എൻറ്റയർ ക്രൂ, യു ആർ ലിറ്ററലി എന്താ പറയുക, യു റോക്ക് ദ മൂവി. ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ 4 മണിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അതായത് 4 മണിക്ക് വനിതാ തിയേറ്ററിൽ 4 മണിക്ക് ഈ 4 തിയേറ്ററും ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ ആ നടൻ്റെ ആ ഒരു പവർ ഒന്നും മനസ്സിലാക്കാൻ തന്നെയാണ്. അല്ല കിടിലോ ഇനി എന്ത് 3 വരട്ടെ. പിന്നെ ഫസ്റ്റ് കണ്ടോ? ഫസ്റ്റും കണ്ടു ഞാൻ, സെക്കൻഡും കണ്ടു. സെക്കൻഡ് നല്ല അടിപൊളിയാണ്, ഫസ്റ്റും അതേ ഇഷ്ടമായി. രണ്ടുപേരും കോമ്പ നല്ല, അല്ലു അർജുൻ്റെ ഫഹദിക്കടയും കോമ്പ. പകുതിക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോലാവറി മാസ് ഐറ്റം തന്നെ, ഒരു വെറൈറ്റി ഐറ്റം വരും. അതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. രോമാഞ്ചം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒറ്റ നോട്ടം കൈയടിച്ച്. ഏത് കാലത്തെ ജനറേഷനിലെ കർഷക ഒസമായിരുന്നു. ഇവൻ മൂവീസ്, അതിലുള്ള മ്യൂസിക് ആണെങ്കിലും പാട്ടാണെങ്കിലും പൊളിയായിരുന്നു. സൂപ്പർ. നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാവണമെന്ന് ഞാൻ പറയാം. എന്തായാലും ഫഹദ് ഫാസിലും അല്ലു അർജുനും അടിപൊളി. മൂന്നാം പാദത്തിന് ഞങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. എല്ലാം ഉണ്ട്. BGM ഒക്കെ പക്ക BGM ആണ്. ഫൈറ്റ്, മ്യൂസിക്, പാട്ടല്ല. ഒരു പാട്ട് എന്തായാലും ഹിറ്റായിട്ടോ. അതിനിപ്പോ ടിക്ടോക്ക് ആയിട്ട് ഇറങ്ങി പാടാൻ പറ്റില്ല. ഇങ്ങനെയൊന്ന് കാണിക്കാൻ വേണമെങ്കിൽ മാസ്റ്റർ പീസ്. നാഷണൽ അല്ല, ഇന്റർനാഷണൽ കളി. ഓക്കെ, അതാണ് പുഷ്പരാജ്. സങ്കടം വന്നു. പുഷ്പ ഇപ്രാവശ്യം ക്രിസ്മസിൽ അടിച്ചു കയറും. പക്ഷെ ഇനി 3 വെയിറ്റിങ്ങിലാണ്. ഇത് വണ്ടി വന്ന് നിർത്തിയ പോലെ, ബ്രേക്ക് ഇട്ട പോലെ. ഫസ്റ്റ് നോക്കാനില്ല, കാരണം ഫസ്റ്റ് മേലെ കൊണ്ടിരിക്കുന്നതാ. ഇത് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട്, അത് കാരണം ഇത് ഫസ്റ്റ് പോലെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ 2 തുള്ളിച്ചാടും ഇവിടെ. പക്ഷേ 3 വെയിറ്റിംഗാ. ഇതിപ്പോ കിടക്കാഴ്ചയായി. പക്ഷെ ടോപ്പടിക്കാൻ പറ്റിയില്ല, വണ്ടി വന്ന് നിർത്തി. അതുപോലെ ആയി. 3 കിടക്കും, 3 കിടക്കാഴ്ചയാവും. ലാസ്റ്റൊക്കെ ചെറിയൊരു അത്ര സെന്റിമെന്റ്സിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ പടം മൊത്തത്തിൽ അടിപൊളിയാണ്, ഒന്നുകൂടെ കാണാനുള്ളതുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിൽ നമുക്ക് രംഗണ്ണൻ്റെ നല്ല ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. ആ ക്യാരക്ടർ അതിനുവേണ്ടി ചേഞ്ച് ചെയ്തോ എന്ന് ഡൗട്ടുണ്ട്. പിന്നെ ആ കഥാപാത്രം ഒരു കോമഡി പീസായി പോയി. നമ്മൾ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത് സെക്കൻഡ് പാർട്ടിൽ ഫഹദ് ഫാസിലിന് കുറച്ച് റോളുണ്ടാവും, ആ ക്യാരക്ടർ കുറച്ച് നന്നായിട്ട് ബിൽഡ് ചെയ്യും എന്നൊക്കെയാണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടർ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായിപ്പോയി. പ്രത്യേകിച്ച് ആ സിനിമയ്ക്ക് വേണ്ടി ഒന്നും കൊടുക്കുന്നില്ല. ആ കഥാപാത്രം ഒരിക്കൽ പോലും ഒരു നായകൻ്റെ ആ ലെവലിലേക്ക് ഉയരുന്നില്ല. ഒരു വില്ലൻ നല്ലൊരു പവർഫുള്ളായി മാത്രമേ നായകനും കുറച്ചൊരു പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ആ കഥാപാത്രം കുറച്ച് വീക്കായിപ്പോയി, നല്ല രീതിക്ക് തന്നെ വീക്കായിപ്പോയി. ഇൻ്റർവെല്ലിൽ ആ കഥാപാത്രം ഏകദേശം അവസാനിച്ചു. അതിനുശേഷം പടം പിന്നെ വേറെ എങ്ങോട്ടുമാണ് പോകുന്നത്. കഥ മൊത്തം തന്നെ മാറ്റിക്കളഞ്ഞു. ഈ പറഞ്ഞ പോലെ സ്നേഹവും പാസവും ഒക്കെ കുറേ ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുറയ്ക്കാമായിരുന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പടം ഹിറ്റാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലു അർജുൻ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് പടം. ലോജിക്ക് പ്രശ്നം ഭയങ്കരമായിട്ട് കടിക്കേണ്ട, അത് പ്രേക്ഷകർ കണ്ടിട്ട് അവർ പറയട്ടെ. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം പടം ഹിറ്റാവും, അത് ഉറപ്പാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മൂവി ഫസ്റ്റിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു പുഷ്പ 2 സെക്കൻഡ് ആ ലെവലിലേക്ക് വന്നിട്ടില്ല. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ലെങ്ത്ത് കൂടിപ്പോയി. അത് തന്നെയാണ് പ്രേക്ഷകരുടെ ഓരോ ഇതിലും നിരാശാജനകമായിട്ടുള്ള ഒരു വാക്കുകളാണ് അവരിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ ഈ അഭിനേതാക്കളുടെ പെർഫോമൻസ് ഒട്ടും കുറഞ്ഞിട്ടില്ല. അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രശ്മിക മന്ദാന ആയാലും ഫഹദ് ഫാസിലായാലും
അല്ലു അർജുൻ ആയാലും ഇതിൽ ഓരോ ചെറിയ കഥാപാത്രങ്ങളായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് കൂടിയത് തന്നെയാണ് ഏറ്റവും മൈനസായിട്ട് എടുത്ത് പറയേണ്ടത്. അത്രയും തിയേറ്ററിൽ അത്രയും നേരം രാവിലെ വന്നൊക്കെ ഇരുന്ന് കാണുന്ന ആളുകളിൽ അത്രയും സംതൃപ്തി നൽകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരിക്കണം. സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയ പോരായ്മ വന്നിട്ടുണ്ട്. അത് പരിഹരിച്ച് 3-ൽ അത് പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. പിന്നെ അഭിനേതാക്കളുടെ പെർഫോമൻസ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ കഷ്ടപ്പാടാണ് സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ തുടക്കം തന്നെ കാണിക്കുന്നത് അവൻ റിച്ചായി, ആ പടത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ലെവല് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടില്ല. പിന്നീട് പടം പോകുന്നത് വേറൊരു ലെവലിലേക്കാണ്. KGF ടൈപ്പ് മേക്കിംഗ് ആണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് വേണ്ടി ക്യാരക്ടർ ചേഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് പാർട്ടിലുണ്ടായ പുഷ്പ എന്ന ക്യാരക്ടറിൻ്റെ കണ്ടിന്യൂറ്റി ഇതിൽ പോയി. പെർഫോമൻസ് വൈസ് ഓക്കെ ആണെങ്കിലും നമുക്ക് അവർ ഒട്ടും ഇമ്പ്രസീവായി തോന്നുന്നില്ല ക്യാരക്ടർ. പടം കൊള്ളാം, പക്ഷേ എനിക്ക് ക്ലൈമാക്സ് അത്ര ഇഷ്ടമായില്ല. കാരണം ടെയിലെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസമുണ്ട്. ഇപ്പം വിക്രം ആണെങ്കിലും ലിയോ ആണെങ്കിലും ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയേക്കുന്ന ഒരു പഞ്ചുണ്ട്. നമുക്ക് വീണ്ടും കാണാൻ തോന്നി. ഇപ്പോഴും നമ്മൾ അതെടുത്ത് കാണും. പക്ഷെ നമ്മൾ അതുപോലെ ഒരു സാധനം പ്രതീക്ഷിച്ചാവുന്നു. കാരണം KGF 2 ഇറങ്ങിയ സമയത്ത് ഇവർ വീണ്ടും സ്ക്രിപ്റ്റൊക്കെ മാറ്റി പൊളിച്ച് എഴുതി അതിന് മേളിൽ പോകുന്ന രീതിയിലാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ടെയിലെൻഡിങ്ങിൽ ഒരു സാധനം ഉണ്ടോ, ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചിലപ്പോൾ കാണും. പക്ഷേ ആരാണ് ക്ലൈമാക്സ് വന്നതെന്നുള്ളൊരു ഇത് അറിയില്ല. അപ്പം ഫസ്റ്റിലെ സീൻ പോലും കൺഫ്യൂഷൻ. ഇനി തേർഡ് പാർട്ടിയിൽ അതിൻ്റെ കണക്ഷൻ ആയിട്ട് എന്തെങ്കിലും കാണിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ പുള്ളി ആ പാട്ട് സീൻ്റെ അകത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ്റെ ഒരു അംശം പോലും അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ കാര്യം പറയണ്ടല്ലോ, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ആണെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിലേക്കാണല്ലോ ഡബ് ചെയ്ത്, നമ്മൾ മലയാളമാണല്ലോ കണ്ടത്, ഡബ് ചെയ്ത് എല്ലാവരും നന്നായിട്ടുണ്ട്. ഫഹദിൻ്റെ ഡബ് ചെയ്തതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഫഹദ് ഫാസിൽ നമ്മളെ അല്ലു അർജുനെ തൂക്കിയടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും അടിപൊളി അഭിനയമാണ്. കളക്ഷൻ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അത് 3ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഒരുപോലെ തന്നെ പടം നല്ലതെന്ന് പറയുന്നുണ്ട്. പടം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമായിട്ടില്ല. പടം വളരെയധികം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഡ്രാമ കാണുന്ന പോലെ, ഒരു ഷോർട്ട് ഫിലിം കാണുന്ന പോലെ ഒക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ നല്ല രീതിയിൽ നമുക്കൊക്കെ എടുക്കാം. സിനിമ മേക്കിംഗ് ഉണ്ട്, കോടികളൊക്കെ ചിലവാക്കിയിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പടം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. അല്ലു അർജുനൊക്കെ, പക്ഷേ നമ്മുടെ ഫഹദ് ഫാസിൽ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അടിപൊളി അഭിനയമാണ് ഫഹദ് ഫാസിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അല്ലു അർജുനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ മേക്കിങ്ങിനോട് യോജിക്കുന്നില്ല. ഒരു വലിച്ചു നീട്ടി കൊണ്ടുപോയ പോലെ, കുറേ ഡ്രാമ പോലെ എടുക്കുന്നത്. നല്ല BGM ഉണ്ട്, ഫൈറ്റൊക്കെ വേറെ ലെവലാണ്. ഫൈറ്റൊക്കെ നമ്മുടെ മേലൊക്കെ ഓരോരുത്തരിക്കുന്ന രീതിയിലുള്ള ഫൈറ്റ് 3-ാം പാതിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ കഥ മാറി വന്നിരിക്കുകയാണ്. ബോറടിയില്ല, കാരണം നമ്മൾ ബോറടിക്കാത്ത രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത്. നോക്കാം ഇനി ബാക്കിയുള്ള മലയാളം കണ്ടില്ല, തെലുഗു കണ്ടത്. ഒറിജിനൽ ലാംഗ്വേജ് കാണുമ്പോൾ അതിൻ്റെ ത്രില്ല് വേറെ തന്നെയാണ്. 2000 കോടിയൊന്നുമില്ല, ഇതൊരു 600-700 കോടിക്കകത്ത് തീരാനുള്ള കേസേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം പുഷ്പ 3യിലേക്ക് നമുക്ക് കാണാൻ വെയിറ്റിംഗ് ആണ്. പക്ഷേ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഫഹദ് ഫാസിൻ്റെ കൂടെ അല്ലു അർജുൻ പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട് ഭയങ്കരം തന്നെയാണ്. കഷ്ടപ്പെടുകയാണ്. കാരണം അത്രയും പവർഫുൾ ക്യാരക്ടറാണ് ഫഹദ് ഫാസിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ രശ്മിക മന്ദാന അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അഭിനയമൊക്കെ സൂപ്പറാണ്. എല്ലാവരും ജഗപതി ബാബു ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോജിക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അത് നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. പക്ഷേ അത് ഒരു ഫോൾട്ടായിട്ട് ഞാൻ പറയണില്ല. പക്ഷേ 100-400 കോടി രൂപ നമ്മൾ മുതൽ മുടക്കി ഒരു സിനിമ എടുക്കുമ്പോൾ ആ ലോജിക്ക് പ്രശ്നങ്ങൾ കാലഘട്ടം ചെയ്തതിലാണ് ഞാൻ പറയുന്നത്. കാലഘട്ടം ചെയ്തതിൽ കുറച്ച് ടൂൾസുകൾ ഉപയോഗിച്ചതിനകത്ത് ലോജിക്ക് പ്രശ്നമുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ മറ്റു കുഴപ്പങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സിനിമ അടിപൊളിയായിട്ട് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. അല്ലു അർജുൻ ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ മാസും ക്ലാസും എല്ലാം കൂടെ ഭയങ്കര സ്കോറിങ്ങും, അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്ന, ക്യാമറ ചെയ്തേക്കുന്നൊക്കെ നല്ല കളർഫുൾ പടമാണ്. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഈ ലോജിക്ക് പ്രശ്നം ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അടിപൊളി, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് നല്ല രീതിയിലല്ല ഇവർ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു തേർഡ് പാർട്ട് അനൗൺസ് ചെയ്യുക, കഥയുടെ ബാക്കി അവിടെ വരും, പ്രേക്ഷകരെ മണ്ടന്മാരാക്കുക. ആ ഒരു രീതിയിൽ തന്നെയാണ് പടം പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിരുന്നു അല്ലു ഫഹദിൻ്റെ ആ ഒരു ഫേസ് ഓഫ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് ശരിക്കും ഒരു കോമഡി സീൻ പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഫഹദിനെ അണ്ടർ യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഓവർ യൂസ് ചെയ്ത് നമ്മൾ ഫഹദിന് ഇത്രയും ഓവർ ആക്ട് ചെയ്ത് വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അതൊരു അവരുടെ രീതിക്ക് ചേർന്ന രീതിയിൽ കൊണ്ടുവന്നതായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും വളരെ മോശമായിട്ടാണ് ഫഹദിൻ്റെ പെർഫോമൻസ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ അല്ലു അർജുൻ ഫഹദ് ആ ഒരു കോംബോയും ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. ആസ് എ സിനിമ ഇതൊരു ഫെയിലറായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
എന്താ പറയുക ഷമ്മിയും രംഗണ്ണനോട് മിക്സ് ചെയ്തിട്ടൊരു മിക്സ് പോലെ ഫസ്റ്റിൽ നമുക്ക് കുറച്ച് സീൻസ് ഹാഫ് ഉണ്ടായിരുന്നു അതൊരു കംപ്ലീറ്റ് ഈഗോ ക്ലാഷ് ലൈക്ക് അയ്യപ്പൻ കോശി പോലെ ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റാണ് സോ ആൻഡ് പക്ഷെ പെട്ടെന്ന് ലൈക്ക് ക്ലൈമാക്സ് കഴിഞ്ഞ് പെട്ടെന്ന് പേര് കാണിച്ചാൽ പടം തീർന്നു ആ ഒരു ഫീൽ ആയിപ്പോയി കാരണം ഒബിയസ്ലി പാർട്ട് 3 വരുന്നുണ്ട് പുഷ്പ ദ റാംപേജ് സോ എനിക്ക് തോന്നുന്നു ഈ ഹൈ എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ട് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു എബോ ആവറേജ് സ്റ്റഫുണ്ട് തിയേറ്ററിൽ വന്ന് കാണാനുള്ള സ്റ്റഫ് എടുത്തു വെച്ചിട്ടുണ്ട് ലൈക്ക് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം കാരണം ഇത് ഇമ്പാക്റ്റ് കിട്ടുന്ന തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം സോ മൊത്തത്തിൽ ഈ ബത്തേക്കതല്ലേ